ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇസ്രായേലിനെതിരെ വീഡിയോ ചെയ്യുന്നു, ഇസ്രായേലിനെ എന്തിനാ ഇങ്ങനെ വെറുക്കുന്നെന്ന്. ഇസ്രായേലിനെ എങ്ങനെ സ്നേഹിക്കും നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. കുഞ്ഞുങ്ങളെയും അമ്മമാരെയും ഗർഭിണികളെയും ഒരു ദാക്ഷിണ്യം കൂടാതെ വെടിവെച്ച് കൊല്ലുന്ന, തടവ് പുള്ളികളെ വരെ നരകയാതന കൊടുത്ത് കൊല്ലുന്ന, പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത, ഇത്രമാത്രം ചെറ്റത്തരം ചെയ്യുന്ന ഒരു രാജ്യത്തെ എങ്ങനെ പിന്തുണക്കാന്ന് നിങ്ങൾ പറയുന്നു? പിന്തുണക്കാൻ വേണ്ടിട്ട് 1% നല്ല കാര്യം അവർ ചെയ്യുന്നില്ല. പിന്നെ സംഘികൾ അവരെ പിന്തുണക്കുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ അപ്പുറത്ത് നിൽക്കുന്നതെല്ലാം മുസ്ലിം രാജ്യങ്ങളാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് സംഘികൾ ഇവരെ ഇത്രമാത്രം സ്നേഹിക്കുന്നത്. അല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല സംഘിയൊക്കെ സ്നേഹിക്കാൻ വേണ്ടിട്ട്. ഇസ്രായേൽ ചെയ്യുന്ന ക്രൂരത എന്താ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ വെച്ചാൽ നിങ്ങൾ കേട്ട് നോക്കി. ഇസ്രായേൽ ചെയ്യുന്ന ക്രൂരത, കണ്ണ് ചോരയില്ലാത്ത പ്രവൃത്തി എന്തല്ലാന്ന് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. സംഘിയൊക്കെ മനസ്സിലാവില്ല, മനുഷ്യത്തുള്ളവർക്ക് മനസ്സിലാവും. ബാ കേട്ട് നോക്കാം. പിൻദ്വാരത്തിലൂടെ ദണ്ട് കുത്തിക്കയറ്റി, ശേഷം അത് വയറിലൂടെ പുറത്തെടുത്തു. ക്രൂര പീഡനത്തിനൊടുവിൽ അയാൾ മരിച്ചു. പിന്നാലെ ഇസ്രായേലി ഗാർഡുകളെത്തി യുവാവിനെ ഒരു കറുത്ത ബാഗിലാക്കി കൊണ്ടുപോവുകയായിരുന്നു. ഇതെല്ലാം ഞാൻ നേരിൽ കണ്ട കാഴ്ചകളാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു ഫലസ്തീനി അൽ ജസീറ ചാനലിനോട് വെളിപ്പെടുത്തിയതാണിത്. 35-കാരനായ ഗസയിലെ ഖാൻയൂനിസ് സ്വദേശി മുസ്അബ് ഹാനി ഹനിയയുടെ ദാരുണാന്ത്യത്തിന്റെ ഞെട്ടിക്കുന്ന നേർസാക്ഷ്യങ്ങളായിരുന്നു ആ വിവരണം. അന്യായമായി അറസ്റ്റ് ചെയ്യപ്പെട്ട് ഇസ്രായേൽ തടവറകളിൽ അടയ്ക്കപ്പെട്ട ആയിരക്കണക്കിന് ഫലസ്തീനികൾ അവിടെ നേരിടുന്ന കൊടിയ പീഡനത്തിന്റെ ഒരു ഉദാഹരണം മാത്രമാണിത്. ഇസ്രായേൽ സൈന്യത്തിന്റെ ക്രൂര പീഡനത്തിനിരയായി നിരവധി പേർ ജയിലിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും അഭിമുഖത്തിൽ വെളിപ്പെടുത്തലുകളുണ്ട്. ഹനിയ കുടുംബത്തിൽ നിന്നുള്ള മുസ്അബ് അടുത്തിടെയാണ് കൊല്ലപ്പെട്ടത്. കൃത്യമായി പറഞ്ഞാൽ 1 മാസം മുൻപ്. കസ്റ്റഡി പീഡനവും കൊലയും ഒളിപ്പിക്കാനായി യുവാവിന് മാരക രോഗമുണ്ടായിരുന്നുവെന്ന തരത്തിൽ വ്യാജ മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടാക്കിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വൈദ്യ പരിശോധനയിൽ ക്യാൻസർ കണ്ടെത്തിയെന്നാണ് പിന്നീട് ഇസ്രായേൽ അവകാശപ്പെട്ടത്. ക്യാൻസർ ബാധിച്ചാണ് അദ്ദേഹം മരിച്ചതെന്നാണ് മരണ റിപ്പോർട്ടിലും പറയുന്നത്. 150 കിലോ ഭാരമുണ്ടായിരുന്ന മുസ്അബ് അവസാനം എല്ല് പോലെയായിരുന്നുവെന്നും മരിക്കുമ്പോൾ 40 കിലോയിലേക്ക് എത്തിയെന്നും സാക്ഷി പറയുന്നു. ദിവസവും വലിയ നായകളെ ജയിലിലേക്ക് അഴിച്ചുവിട്ട് തടവുകാരെ ആക്രമിക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വലിയ ഭീതിപ്പെടുത്തുന്ന നായകൾ തടവുകാരെ എല്ലാം കടിച്ചു പറിക്കുമായിരുന്നു. അതിനു പുറമെയാണ് ഇസ്രായേലി അധികൃതരുടെ ആക്രമണം. കണ്ണ് മൂടിക്കെട്ടി കൈവിലങ്ങിട്ട ശേഷം ഇരുമ്പിന്റെ ലാത്തി കൊണ്ട് അടിക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ചിലരെ 400 ദിവസം വരെ വിലങ്ങണിയിച്ചാണ് ജയിലിൽ അടച്ചിരുന്നതെന്നും തനിക്ക് 100ഓളം ദിവസം ഇത്തരത്തിൽ കഴിയേണ്ടി വന്നിട്ടുണ്ടെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. 2024 മാർച്ച് 3-നാണ് മുസ്അബിനെ ഖാൻ യൂനിസിൽ നിന്ന് ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. നേരത്തെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന യുവാവിന് ഇസ്രായേൽ അധികൃതർ ജയിലിൽ കൃത്യമായ ചികിത്സ നൽകിയിരുന്നില്ല. ഇതിനു പുറമെയാണ് കടുത്ത ശാരീരിക പീഡനവും നേരിട്ടതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ ജനുവരി ആദ്യവാരത്തിലാണ് ഇസ്രായേലി കസ്റ്റഡിയിൽ യുവാവ് കൊല്ലപ്പെട്ട വിവരം ഫലസ്തീൻ പ്രിസണേഴ്സ് റൈറ്റ് സംഘടനകൾ സ്ഥിരീകരിക്കുന്നത്. 2023 ഒക്ടോബർ 7-ന് ശേഷം ഇസ്രായേൽ കസ്റ്റഡിയിൽ കൊല്ലപ്പെടുന്ന 59-ാമത്തെ ആളാണ് മുസ്അബ്. കൊല്ലപ്പെട്ടവരിൽ 38 പേരും ഗസക്കാരാണെന്ന് ഫലസ്തീൻ പ്രിസണേഴ്സ് സൊസൈറ്റി പുറത്തുവിട്ട കണക്ക് വ്യക്തമാക്കുന്നു. ഇപ്പോഴും 10,000-ഓളം ഫലസ്തീനികൾ ഇസ്രായേൽ തടവറകളിൽ കഴിയുന്നുണ്ട്. കുട്ടികളും സ്ത്രീകളും ഇതിൽ ഉൾപ്പെടും. അന്യായമായി ഫലസ്തീന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിടിച്ചുകൊണ്ടുപോയവരാണ് ഇവരെല്ലാം. ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന ഗസയിലെ ആരോഗ്യ പ്രവർത്തകർ നേരിടുന്ന കൊടിയ പീഡനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. ഫിസിഷ്യൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഇസ്രായേൽ അല്ലെങ്കിൽ PHRIയുടെ അഭിഭാഷകരാണ് ഡോക്ടർമാർ ഉൾപ്പെടെ നേരിടുന്ന ക്രൂരമായ മർദ്ദനത്തിന്റെയും ശാരീരികവും മാനസികവുമായ പീഡനത്തിന്റെയും വിവരങ്ങൾ പുറത്തുവിട്ടത്. 24 തടവുകാർ PHRI അഭിഭാഷകർക്ക് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു റിപ്പോർട്ട് തയ്യാറാക്കിയത്. എന്നാൽ ആരോപണങ്ങൾ ഇസ്രായേൽ സൈന്യവും പ്രിസൺ സർവീസും നിഷേധിച്ചിട്ടുണ്ട്. ഒക്ടോബർ 7-ന് ശേഷം മാത്രം 339 ആരോഗ്യ പ്രവർത്തകരെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് വിവരം. ഇതിൽ ചുരുങ്ങിയത് 180 പേരെങ്കിലും ഇപ്പോഴും തടവിൽ തന്നെ തുടരുകയാണെന്നും ഫലസ്തീൻ NGO ആയ ഹെൽത്ത് കെയർ വർക്കേഴ്സ് വാച്ച് ഓർഗനൈസേഷൻ പറയുന്നു. ഇതുമൂലം ഗസയിലെ ജനങ്ങൾക്ക് അത്യാവശ്യമായ വൈദ്യസഹായം പോലും ലഭിക്കാത്ത സ്ഥിതിയാണ്. ഇതെല്ലാം കെട്ടുകഥകളും പച്ചക്കള്ളവുമാണെന്ന് സംഘികൾ പറയും. സംഘികൾ അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ ലക്ഷക്കണക്കിന് കെട്ടുകഥകളും പച്ചക്കള്ളവും ഉണ്ട് കേട്ടാ. തെളിവുകൾ സഹിതമുള്ള ഒരുപാട് പച്ചക്കള്ളങ്ങൾ. സംഘികളെ നിങ്ങൾക്ക് ഇത് പച്ചക്കള്ളായിരിക്കും, പക്ഷെ മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും ഇത് പച്ചക്കള്ളമാണെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. അതിനുള്ള തെളിവുകൾ ഈ ലോകത്തിന്റെ മുന്നിൽ ഇങ്ങനെ നിരത്തിയിരിക്കുകയാണ്. ഇനി എങ്ങനെ ഞാൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യും? എങ്ങനെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യും? ഒരു കാരണം പറ. ഇസ്രായേൽ ആക്രമിക്കുന്ന ഏതെങ്കിലും രാജ്യം, ഏതെങ്കിലും ഒരു തടവുള്ളി ഇസ്രായേൽ തടവുള്ളിനോട് ഇങ്ങനെ ചെയ്തതായിട്ട് തെളിയിക്കാൻ പറ്റുമോ? ഇസ്രായേൽ ഇങ്ങനെ തട്ടിവിടും. ഇസ്രായേലിന്റെ തടവുള്ളികളെ പാലസ്തീൻ ആക്രമിച്ച്, ഇറാൻ ആക്രമിച്ച്, അവരങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നല്ലാണ്ട് ഒരൊറ്റ തെളിവ് തരാൻ കഴിയില്ല. കാരണം ഇവരെ കൈപ്പടിയിൽ നിന്ന് തിരിച്ചു വരുന്ന ഇസ്രായേലികൾ പറയുന്ന വീഡിയോസ് ഒരുപാട് വന്നിട്ടുണ്ട്. അവർ അത്രയും നല്ല രീതിയിൽ അവരെ കെയർ ചെയ്ത് നിന്ന്. തടവുള്ളിയാണെങ്കിലും ബന്ദിയാണെങ്കിലും
അത്രയും നല്ല രീതിയിൽ ഭക്ഷണവും നല്ല സ്വഭാവവും കാണിച്ച് തന്നെ കൈകാര്യം ചെയ്തിട്ടുള്ള വീഡിയോസ് ഒരുപാട് കാണുന്നുണ്ട്. പക്ഷെ നേരെ തിരിച്ച് ഇസ്രായേലിൽ നിന്ന് തിരിച്ചു പോകുന്ന ഏതെങ്കിലും ഒരു ബന്ധി, ഏതെങ്കിലും ഒരു തടവുള്ളി ഇസ്രായേലിനെ പറ്റി നല്ലത് പറഞ്ഞ ഏതെങ്കിലും ഒരു വീഡിയോ കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല സംഘികളെ, കാണിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് സ്നേഹിക്കപ്പെടാൻ വേണ്ടി 1% പോലും അർഹതയില്ലാത്ത ഇസ്രായേലികളെ ഞാൻ സപ്പോർട്ട് ചെയ്യാത്തത്. പക്ഷെ സംഘികൾ ഇവരെ സ്നേഹിക്കുന്നതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേൽ ആക്രമിക്കുന്നതെല്ലാം മുസ്ലിം രാജ്യമാണ്. മുസ്ലിം രാജ്യത്ത് ആരാക്രമിച്ചാലും ആ രാജ്യത്തിന്റെ കൂടുക എന്ന സംഘികളുടെ വൃത്തികെട്ട നിലപാടാണ്. അത് അവർ തുടർന്നു കൊണ്ടേയിരിക്കും. ഇസ്രായേലിന്റെ ക്രൂരതയ്ക്കെതിരെ എപ്പോഴും നിലപാടെടുത്തുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ സുലാം.